20-ാം വാർഡിലെ മരിയ ഫെർണാണ്ടസ്, അതായത് സാൻഡ്ര എന്നറിയപ്പെടുന്ന ഈ വാർഡ് മെമ്പർ ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ നിന്ന് ജയിച്ചതാണ്. ഒരുപാട് പേരുടെ നിന്ദയും പരിഹാസവും തെറിയുമൊക്കെ കേട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന എന്നെപ്പോലും ഇവിടുത്തെ ആൾക്കാർ എന്നെ കേൾക്കാതെ തെറി വിളിച്ച് കളയും. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ഈ സ്ഥാനാർത്ഥി ഒരുപാട് വികസന പദ്ധതികൾ ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാരും കാണാതെ പോകരുത്. ഈ തെറി വിളിക്കുന്നവരൊക്കെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് അംഗീകരിക്കാൻ മലയാളിക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവരെ തെറി വിളിക്കുന്നതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞു പഠിക്കുക. അടുത്ത വേക്ക് ഇതിനെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, സാധിച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലുള്ള സ്ഥാനാർത്ഥിമാർ ഓരോ വാർഡിലും വരട്ടെ. വാഴപ്പള്ളി പഞ്ചായത്തിലെ 20-ാം വാർഡ് കൈതക്കുളം പള്ളി റോഡാണിത്. ഈ 20-ാം വാർഡിൽ ഈ വാർഡ് മെമ്പർ കയറുന്നതിന് മുമ്പ് എന്തൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആ കൊച്ചു ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇലക്ഷന് നിൽക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്തിട്ടുള്ള ഈ റോഡ്? MLA CF തോമസ് സാറിൻ്റെ ഫണ്ടിൽ നിന്നുള്ള അന്തരിച്ച MLA പുള്ളി അനുവദിച്ചതാ. അനുവദിച്ച ഫണ്ടാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ജോമൈക്കിള് ഇത് ചെയ്തു തന്നു അല്ലേ? ആളും കൂടെ കൂടിയാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരൻ ചെയ്തു തന്നു. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യേണ്ടിയ മെയിൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ തോട് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പോള കയറി കിടക്കുക. ഈ പോള കയറി കിടക്കുന്നത് മാത്രമല്ല, ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നുള്ള മലിനജലം ഇവിടെ അടുത്ത് ഈ പള്ളിയുടെ അപ്പുറം വന്ന് ചാടുന്ന സ്ഥലമാണ് മലിനജലം. ആ ജലം എല്ലാം കൂടെ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ കറുത്ത് കിടക്കുന്ന ഈ വെള്ളം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ താമസമൊന്നുമില്ല. നമ്മൾ ഈ ചമ്പക്കുളത്തും അവിടെ ഇവിടെയൊക്കെ പുളുങ്ങുന്ന ഭാഗത്തുമൊക്കെ ക്യാൻസർ കുട്ടനാട്ടിൽ തുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ കാരണം സംഭവ സ്ഥലം ഇവിടെയും തുടങ്ങാൻ പോവുക. ഇവിടുത്തെ ജനങ്ങൾ പറയട്ടെ, നിങ്ങൾ പറ. ഈ തോടെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇത് ബോട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു തോടാണ്. നല്ല ഒഴുക്കും കാര്യങ്ങളും, കുടിക്കാൻ വരെ വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തോണ്ടിരുന്നതാ. അലക്കാനും കുളിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തോടാ. അത് പോയിട്ട് വർഷങ്ങളായിട്ട് ഈ പുല്ലും പോളയും പിടിച്ച് അങ്ങ് കാട് പിടിച്ച് കിടക്കുക. അതുപോലെ തന്നെ അങ്ങ് ചന്തയെന്നുള്ള ഓട ഈ ഇവിടെ വന്നാണ് ചാടുന്നത്. മലിനജലം എല്ലാം കൂടെ അവിടെ വന്ന് ചാടിയിട്ട് ഈ പോള വാരി കഴിഞ്ഞാൽ തന്നെ കൂറ പോലത്തെ വെള്ളമാണ്, കറുത്ത് നാറി കിടക്കുന്ന വെള്ളമാണ്. മനുഷ്യന് ഉപയോഗിക്കാൻ കൈ പോലും ഇടാൻ പറ്റത്തില്ല. കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചില്ല, ദേഹം ചൊറിച്ചില്ല. ഈ വെള്ളം തൊട്ട് കിടന്നാൽ പിന്നെ ഭയങ്കര അഴുക്ക ഇതിനകത്ത്. ഒഴുക്കില്ലാണ്ട് കിടന്നിട്ട് ഞങ്ങൾക്ക് പല പല രോഗങ്ങളും, കൊതുകാപ്പടി, കൊതുകും എലിയെ പാമ്പ് ഇങ്ങനെയുള്ള എല്ലാം ഇതിനകത്തുണ്ട്. പാമ്പുകളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. ഇവിടെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലാണ്. ചൊറിയും. ഉണ്ടോ ഇത് കേക്കേ? നിങ്ങൾ ടൗണിൻ്റെ അകത്ത് ഇവിടം വിട്ട് താമസിക്കുന്നവർ, ഇത് പനനീര് പോലെ കിടന്ന ഒരു കാലഘട്ടത്തിൽ കിടന്ന ഒരു തോടാണ്, ഈ വെള്ളമാണ്. ഇതിലെ ബോട്ടുകൾ, അനേക ബോട്ടുകൾ ഓടിക്കൊണ്ടിരുന്ന ഒരു തോടാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അവസ്ഥ കണ്ടോ? എല്ലായിടത്തും റോഡായി, ഓക്കെ. ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ബോട്ട് ഇതിൽ ഓടണമെന്നൊന്നും ഇനിയും പറയുന്നില്ല. റോഡുകൾ എല്ലായിടത്തും ആയി. എങ്കിലും ഈ തോടുകൾ നിങ്ങൾ സംരക്ഷിക്കണ്ടേ? ഇത് ചെയ്തു തരേണ്ടത് ആരാ? നമ്മൾ ജയിച്ച് കയറ്റിവിട്ടവരാ. നമ്മുടെ വോട്ട് മേടിച്ച് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ വോട്ട് മേടിക്കാമെന്ന് അവർ പറഞ്ഞായിരുന്നു, ഇത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഈ വഴി ശരിയാക്കി കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അത് പറയാൻ പോകുന്നുണ്ടോ? വഴിയുടെ കാര്യം നമ്മൾ ആദ്യമേ അത് കിട്ടി. ഇതിന് വാർഡ് മെമ്പറിനോട് നിങ്ങൾക്ക് നന്ദിയുണ്ട് അല്ലേ? ഇതിനു മുമ്പ് നിന്ന വാർഡ് മെമ്പർമാരൊന്നും ചെയ്തു തന്നില്ല. ഈ പെങ്കൊച്ച് ഇതിന്റെ പുറകെ ഒരുപാട് ഓടി. ഞങ്ങൾ പറഞ്ഞത് വഴി ശരിയാക്കി ഈ പോസ്റ്ററുള്ള ലൈറ്റ്, ഈ വഴി ഇതെല്ലാം വൃത്തിയാക്കി ഞങ്ങളുടെ വാർഡ് മെമ്പറാ. അതിനെ ഒരുപാട് പേര് ഇവിടെ ചീത്ത വിളിക്കുന്നുണ്ട്. അതല്ലേലും അങ്ങനെയല്ല. നല്ലത് ഇപ്പൊ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത മെയിനായിട്ട് വേണ്ടത് ഈ കുളം.
അതെ, ഈ കുളത്തിലെ പോള നീക്കം ഈ നല്ല ഒഴുക്കുണ്ടായിരുന്ന ഒരു കുളമാണ് അത്. അവിടെ ആ ആസ്മാ പാലം എന്ന് പറഞ്ഞ പാലം, ആ പാലം പൊളിച്ച് ഉയരം കൂട്ടി പണിത് കഴിഞ്ഞാൽ ഇതിൽ ഒഴുക്കാവും. ആ പാലം മാത്രമല്ല, മൊത്തത്തിൽ ഏതാണ്ട് 5 പാലം ഈ തോട്ടിലെ മാറിയാൽ മാത്രമേ ഈ തോടിന് ഒഴുക്കുണ്ടാകത്തുള്ളൂ. ജനങ്ങൾക്കെല്ലാം ക്യാൻസർ ആണല്ലോ, എന്നെ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? അതെ 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 ഇതൊക്കെ ശരിയാക്കി തരേണ്ടി ആരാ? കയറി പോകുന്നവരെല്ലാരും ഇത് ശരിയാക്കി തരേണ്ടത്. എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച് നമുക്ക് കലക്ടറേറ്റിലോട്ട് ഒരു മാർച്ച്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, ഒരു മാർച്ച് പോയേക്കാം. എല്ലാവരും ഇത് ഈ വീഡിയോ ഒക്കെ പിടിച്ചിടുന്നത് ചങ്ങനാശ്ശേരിയുള്ള ആൾക്കാർ എല്ലാവരും അറിയണം. MLA അറിയണം, MP അറിയണം, വാർഡ് മെമ്പർമാർ അറിയണം. നിങ്ങൾ ഈ സമയാസമയങ്ങളിൽ വന്ന് ജനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് പോയാൽ പോരാ, ഇവിടെ ജീവിക്കുന്നവരുടെ കഷ്ടപ്പാടും കൂടെ നിങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന ഒരു ഫണ്ട് അനുവദിച്ച് നിങ്ങൾ ഇത് മാന്തിയിട്ട് പിന്നെ അങ്ങനെ ഇട്ടേക്കരുത്. ഇത് എന്നേക്കുമായിട്ട് ഇതിൻ്റെ അകത്ത് പോള വന്നടിഞ്ഞ് ഈ ദുർഗന്ധം ഉണ്ടാകാത്ത രീതിയിൽ ഇതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടുത്തെ നിവാസികളുടെയൊക്കെ. ചെടിക്ക് വെള്ളം കോരിയിട്ട് ചൊറിച്ചില്ല. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് തൊടരുത്. ഇതിൻ്റെ അകത്ത് തൊട്ട പോയിസനാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തൊടരുത്. നമുക്ക് ജനപ്രതിനിധികളോട് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമല്ലേ, അല്ലെങ്കിൽ വരട്ടെ. ഇതിൻ്റെ അകത്ത് ഇവിടെ ബക്കറ്റിൻ്റെ അകത്ത് ചാണകമൊക്കെ കലക്കി നിങ്ങൾ റെഡിയായിട്ട് നിന്നു കേട്ടോ, ഒഴിക്കാനായിട്ട്. അല്ല പിന്നെ ഞങ്ങളുടെ MLA പറഞ്ഞപ്പം MLA സാറ് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാന്ന്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? MLA അതിനുള്ള ഫണ്ട് അനുവദിക്കാൻ പറയണം. തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് 2 മണിയായപ്പോൾ അമൃത ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ 9 മണിയായപ്പോൾ വീട്ടിൽ വന്നു പോകുന്നത് ഏതാ MLAക്ക് വേണ്ടി. ആ MLA ഞങ്ങൾ ചെന്നപ്പോൾ MLA ചോദിക്കുവാണ് ഞാൻ എന്നാ ചെയ്യാനാ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ശരി, ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.